ഫെബ്രുവരി 10 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ സ്കൊളാസ്റ്റിക്ക, വിശുദ്ധ ഇറനേയൂസ്, വിശുദ്ധ സോട്ടിക്കൂസ്, വിശുദ്ധ ഹയാസിന്ത്, വിശുദ്ധ അമാർസിയൂസ്, വിശുദ്ധ ആർദാനൂസ്, വിശുദ്ധ ബാൽഡെഗുണ്ടിസ്, വിശുദ്ധ ഡെസിഡെരാത്തുസ്. വിശുദ്ധ സ്കൊളാസ്റ്റിക്ക 543 കാലഘട്ടത്തിലാണ് വിശുദ്ധ സ്കൊളാസ്റ്റിക്ക ജീവിച്ചിരുന്നത്. പടിഞ്ഞാറൻ റോമൻ ചക്രവർത്തിയുടെ പതനത്തിന് തൊട്ടു പിന്നാലെ മധ്യ ഇറ്റലിയിലെ നർസിയ പട്ടണത്തിൽ AD 480 ഒരു സമ്പന്ന കുടുംബത്തിലാണ് വിശുദ്ധ സ്കൊളാസ്റ്റിക്ക ജനിച്ചത്. രാഷ്ട്രീയമായി പറഞ്ഞാൽ അതൊരു കുഴപ്പം നിറഞ്ഞ സമയമായിരുന്നു. പക്ഷേ ദൈവം അവളിലൂടെ തൻ്റെ ദിവ്യസ്ഥിരത പ്രകടിപ്പിക്കുവാൻ തുടങ്ങിയ സമയവുമായിരുന്നു അത്. അവർക്ക് ബെനഡിക്റ്റ് എന്ന പേരിൽ ഒരു ഇരട്ട സഹോദരനുണ്ടായിരുന്നു. ബെനഡിക്റ്റും സ്കൊളാസ്റ്റിക്കയും പിന്നീട് വിശുദ്ധരായി ആദരിക്കപ്പെട്ടു. ഇന്ന് നമുക്കുള്ളതുപോലെ സന്യാസ ജീവിതത്തിൽ ഇരുവരും വളരെ ശക്തമായി ആകർഷിക്കപ്പെട്ടിരുന്നു. ബെനഡിക്റ്റ് പാശ്ചാത്യ സന്യാസത്തിൻ്റെ പിതാവും സ്കൊളാസ്റ്റിക്ക അതിൻ്റെ മാതാവുമാണ്. കുട്ടിയായിരിക്കെ സ്കൊളാസ്റ്റിക്ക ദൈവസേവനത്തിനായി സ്വയം സമർപ്പിച്ചു. ഈ ലോകത്തിലെ കാര്യങ്ങളിൽ ഒട്ടും താല്പര്യം അവൾക്കുണ്ടായിരുന്നില്ല. സമ്പന്നമായ ഒരു വീട്ടിൽ വളർന്നിട്ടും അവൾ എളിമയോടെ ജീവിച്ചു. ബെനഡിക്റ്റ് ഒരു സന്യാസിയാകാൻ വീട് വിട്ട് ഒടുവിലൊരു പുതിയ സന്യാസ ഭരണമുള്ള ഒരു മഠം കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെയും ജോലിയുടെയും രഹസ്യ ജീവിതത്തിൽ അവൾ അത്ഭുതപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വിളി അവളെയും വിളിച്ചു. ബെനഡിക്റ്റിൻ്റെ പുതിയ സന്യാസ ഭരണം സ്വീകരിക്കുവാൻ തീരുമാനിച്ച കന്യകമാരുടെ വീട്ടിൽ പ്രവേശിക്കാൻ പ്രാദേശിക ബിഷപ്പിൽ നിന്ന് സ്കൊളാസ്റ്റിക്കയ്ക്ക് അനുമതി ലഭിച്ചു. ബെനഡിക്റ്റ് അവരെ സഹായിക്കുകയും സ്കൊളാസ്റ്റിക്കയെ ഭവനത്തിൻ്റെ മഠാധിപതിയാക്കുകയും ചെയ്തു. ബെനഡിക്റ്റിൻ്റെ പുതിയ സന്യാസ രൂപം പ്രാർത്ഥനയുടെയും ജോലിയുടെയും കർശനമായ വ്യവസ്ഥ പിന്തുടരുന്ന സ്ഥിരവും സ്വയം പര്യാപ്തവും സ്വയം പിന്തുണയ്ക്കുന്നതുമായ ആശ്രമങ്ങൾ രൂപീകരിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അഭിലാഷികളുടെ വിളികൾ ഒരു നിശ്ചിത സമയത്തേക്ക് പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം അവർ പ്രതിജ്ഞയെടുത്തു. ദൈവത്തിനും സമൂഹത്തിനും സ്ഥിരമായി സ്വയം സമർപ്പിച്ചു. സന്യാസിമാരും കന്യകാസ്ത്രീകളും അനുസരണം പ്രതിജ്ഞയെടുക്കുന്ന ശേഷം ഒരു മഠാധിപതിയുടെ നിർദ്ദേശപ്രകാരം അവരുടെ ജീവിതം ഘടനാപരവും ക്രമീകൃതവുമാക്കും. മോണ്ടെ കാസിനോയിലെ ബെനഡിക്റ്റിൻ്റെ എളിയ ആശ്രമം പൂത്തുലയുവാൻ തുടങ്ങിയ ഉടൻ തന്നെ ഒരു കൂട്ടം കന്യകമാരുമായി അദ്ദേഹത്തിൻ്റെ ഭരണം സ്വീകരിക്കുവാൻ സ്കൊളാസ്റ്റിക്കയ്ക്ക് അനുമതി ലഭിച്ചു. ഇത് അവരെ ബെനഡിക്റ്റൈൻ കന്യാസ്ത്രീകളുടെ ആദ്യത്തെ കോൺവെന്റാക്കി മാറ്റി. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അവരുടെ ജീവിത രീതി പാശ്ചാത്യ ലോകമെമ്പാടും വ്യാപിച്ചു. ഡയലോഗുകൾ എന്ന തൻ്റെ പുസ്തകത്തിൽ പോപ്പ് സെയിന്റ് ഗ്രിഗറി ബെനഡിക്റ്റും സ്കൊളാസ്റ്റിക്കയും പങ്കിട്ട വിശുദ്ധ സ്നേഹത്തെ പകർത്തിയിട്ടുണ്ട്. സ്കൊളാസ്റ്റിക്കയുടെ കോൺവെന്റ് ബെനഡിക്റ്റിൻ്റെ ആശ്രമത്തിൽ നിന്ന് ഏതാനും മൈലുകൾ മാത്രം അകലെയായിരുന്നുവെങ്കിലും അവരുടെ കർശനമായ ജീവിത നിയമം അനുസരിച്ച് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അവർ ഒത്തുചേരുമായിരുന്നുള്ളൂ. ആ കൂടിക്കാഴ്ചകൾ ദൈവത്തോടുള്ള അവരുടെ പങ്കിട്ട സ്നേഹത്തെയും ഈ പുതിയ ജീവിത രീതിയിലേക്കുള്ള അവരുടെ പ്രാർത്ഥനയുടെയും പരസ്പര വിളിയുടെയും ഫലങ്ങളെയും ജ്വലിപ്പിച്ചു. ഓരോ വർഷവും അവർ അടുത്തുള്ള ഒരു വീട്ടിൽ കണ്ടുമുട്ടുകയും ഏറ്റവും വിശദമായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ദിവസം ചെലവഴിക്കുകയും ചെയ്തു. ഈ ഇരട്ടകൾക്ക് 63 വയസ്സുള്ളപ്പോൾ ഭൂമിയിലെ അവരുടെ അവസാന സംഭാഷണത്തിനായി അവർ കണ്ടുമുട്ടി. ദൈവത്തെ സ്തുതിക്കുകയും ആത്മീയ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്ത ദിവസം അവർ ചെലവഴിച്ചു. ഒരു ലഘു അത്താഴത്തിന് ശേഷം താനും കൂട്ടാളികളും പോയി മഠത്തിലേക്ക് മടങ്ങേണ്ടതുണ്ടെന്ന് ബെനഡിക്റ്റ് പ്രഖ്യാപിച്ചു. രാത്രി മുഴുവൻ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തുടരാൻ സ്കൊളാസ്റ്റിക്ക അദ്ദേഹത്തോട് അവിടെ തന്നെ തുടരാൻ അപേക്ഷിച്ചു. ബെനഡിക്റ്റ് അവളോട് മറുപടി പറഞ്ഞു: സഹോദരി, നിങ്ങൾ എന്താണ് പറയുന്നത്? എനിക്ക് എൻ്റെ വീടിന് പുറത്ത് താമസിക്കുവാൻ കഴിയില്ല. എന്നിരുന്നാലും തങ്ങളുടെ വിശുദ്ധ സംഭാഷണം തുടരേണ്ടതുണ്ടെന്ന് സ്കൊളാസ്റ്റിക്കയ്ക്ക് അറിയാമായിരുന്നു. അതിനാൽ അവൾ പ്രാർത്ഥനയിൽ തലകുനിച്ചു. ബെനഡിക്റ്റിനും സഹോദരന്മാർക്കും പോകാൻ കഴിയാത്ത വിധം ദൈവം ശക്തമായൊരു മിന്നൽ കൊടുങ്കാറ്റിനെ അയച്ചു. ബെനഡിക്റ്റിനോടുള്ള സ്കൊളാസ്റ്റിക്കയുടെ സ്നേഹവും രാത്രി മുഴുവനും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാനുള്ള അവളുടെ ആഗ്രഹവും ദൈവത്തിൻ്റെ അംഗീകാരം നേടി. ദൈവം വഴിയൊരുക്കി. അടുത്ത ദിവസം അവർ പിരിഞ്ഞു. അതിനുശേഷം സ്കൊളാസ്റ്റിക്ക ഈ ലോകവാസം വെടിഞ്ഞു. 3 ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ സഹോദരിയുടെ ആത്മാവ് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്നതായി ബെനഡിക്റ്റിന് ഒരു ദർശനം ലഭിച്ചു. അവളുടെ മൃതദേഹം ആശ്രമത്തിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹം സഹോദരന്മാരോട് ആവശ്യപ്പെട്ടു. ബെനഡിക്റ്റിനായി ഉദ്ദേശിച്ചിരുന്ന ശവക്കുഴിയിൽ സ്കൊളാസ്റ്റിക്കയെ അടക്കം ചെയ്തു. 4 വർഷത്തിനു ശേഷം ബെനഡിക്റ്റും മരിച്ചു. സഹോദരിയോടൊപ്പം അതേ ശവക്കുഴിയിൽ അടക്കം ചെയ്യപ്പെട്ടു. ഈ ജീവിതത്തിൽ കൃപയും പങ്കിട്ട ദൗത്യവും കൊണ്ട് ഇരുവരും ഒന്നിച്ചു. ബെനഡിക്റ്റിന്റെ എതിർപ്പിനെ മറികടന്ന അവളുടെ സ്നേഹം വലുതായിരുന്നതിനാലാണ് സ്കൊളാസ്റ്റിക്കയുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചതെന്ന് വിശുദ്ധ ഗ്രിഗറി പോപ്പ് അഭിപ്രായപ്പെടുന്നു. കൂടുതൽ സ്നേഹിച്ച അവൾ കൂടുതൽ ചെയ്തു എന്നാണ് അദ്ദേഹം എഴുതിയിരുന്നത്.
പരസ്പരം കെട്ടിപ്പടുക്കുകയും ദൈവത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്ന വിശുദ്ധ സൗഹൃദങ്ങളുടെ മൂല്യം ഈ സഹോദരങ്ങളുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്ക് മാത്രമല്ല, പരസ്പര കൂട്ടായ്മയ്ക്കും വേണ്ടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. ഈ വിശുദ്ധ സഹോദരങ്ങൾ ഈ വിശുദ്ധ വസ്തുതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. വിശുദ്ധ സ്കൊളാസ്റ്റിക്കായെ, ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആത്മീയ സൗഹൃദത്തിലാണ് അങ്ങേർപ്പെട്ടിരുന്നത്. ഈ ലോകത്തിലൂടെയുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ സഹായിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്താനും മറ്റുള്ളവർക്ക് അത്തരമൊരു നല്ല സുഹൃത്തായിരിക്കുവാനും ഞങ്ങൾക്ക് കഴിയുന്നതിന് പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.